ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ടു റീച്ച് ദ അൺറീച്ച് ഏതൻ ടി വിയുടെ ശാബത്ത് സ്കൂൾ പ്രോഗ്രാമിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ വിശ്വാസ സമൂഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കർത്താവിൽ പ്രിയ ദൈവജനമേ, വചനം ദൈവത്തിൻ്റേത്, കേൾക്കുന്ന നമ്മളും ദൈവത്തിൻ്റേത്. നാം ഓരോരുത്തരും ദൈവസ്നേഹത്തിൻ്റെ മാഹാത്മ്യത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവനെ മഹത്വീകരിക്കുന്നതിന്, അവൻ്റെ നാമത്തെ മഹത്വീകരിക്കുന്നതിന് സ്തോത്രമെന്ന യാഗം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് സദാസന്നദ്ധരായിരിക്കുന്നതിന്, അവൻ എതിരേൽക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നതിനൊക്കെ വചനം നമ്മെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം അത്രത്തോളം നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു. നമ്മൾ ഈ ക്വാർട്ടറിൽ പഠിച്ചു വരുന്ന പാഠവും അതുതന്നെയാണ്, ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും. അവൻ നീതിമാനായ ദൈവം, അവൻ സ്നേഹസമ്പന്നനായ നമ്മുടെ പിതാവ്, നമ്മുടെ കൂട്ടുകാരൻ. പ്രിയമുള്ളവരെ, അത്രയും സ്നേഹസമ്പന്നനായ ദൈവത്തിനെ നമ്മുടെ മുമ്പിൽ വചനങ്ങളിലൂടെ ഓരോ മനുഷ്യൻ്റെയും ഓരോ വിശ്വാസിയുടെയും മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അതിനെ തകിടം മറിക്കാനുള്ള പൈശാചിക തന്ത്രം എത്രത്തോളം വലുതാണ് ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്നത് എന്ന് നമുക്കറിയാം. വളരെ ക്രൂരമായും വളരെ ദുരന്തത്തിൽ കലാശിക്കുന്നതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ചുറ്റും നടമാടിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മെ ഏവരെയും സ്നേഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. അത്തരത്തിൽ മനുഷ്യനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകറ്റിക്കളയുവാൻ പ്രതിയോഗിയായ പിശാച് വളരെ വലിയ ഒരു പോരാട്ടം ഈ ഭൂമിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വൻ പോരാട്ടം, വൻ വിവാദം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ വലിയ സംഭവത്തിൽ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന നമ്മുടെ യോശുവ പിതാവ് പ്രാർത്ഥിച്ചതുപോലെ നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്നേഹത്തോടെ മുട്ടുകളെ മടക്കി അവനോട് പ്രാർത്ഥിക്കുകയത്രേ വേണ്ടുന്നത്. ഇന്ന് നമ്മൾ ഈ ക്വാർട്ടറിൽ പഠിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും എന്ന വിഷയത്തെ ആധാരമാക്കി പഠിക്കുന്ന പാഠത്തിൻ്റെ 9ാമത്തെ വിഷയത്തിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത്. 9ാമത്തെ പാഠം പ്രാപഞ്ചിക പോരാട്ടം എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. ആ തലക്കെട്ടിൽ തന്നെ എല്ലാ ആശയവും അടങ്ങിയിരിക്കുന്നു എന്ന് നമുക്കറിയാം. മനുഷ്യന് ഈ ഭൂമിയിൽ വലിയ പോരാട്ടമുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോട് അല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ഭൂമിയിൽ അധിവസിക്കുന്ന ദുഷ്ടാത്മസേനയോടും അത്രേ എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നാം വേദപുസ്തകപരമായി നാം ചിന്തിക്കുമ്പോൾ തിയോളജി, ബൈബിൾ ശാസ്ത്രം, വേദപുസ്തക ശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവസ്നേഹത്തെക്കുറിച്ചാണ്. ആ ദൈവശാസ്ത്രത്തിൻ്റെ കേന്ദ്ര വിഷയം എന്ന് പറയുന്നതും ദൈവസ്നേഹമാണ്. ദൈവം നമ്മെ എത്രത്തോളം സ്നേഹിക്കുന്നു, തൻ്റെ സൃഷ്ടികളെ എത്രത്തോളം സ്നേഹിക്കുന്നു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നമുക്ക് പഠിക്കാൻ കിട്ടിയിട്ടുണ്ട്. ഒരുപക്ഷെ നമുക്കൊക്കെ അത് കാണാതെ അറിയാവുന്നതും ആണ്. സ്വാഭാവികമായും നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയുടെ കേന്ദ്രമായി കർത്താവ് യേശുക്രിസ്തു വർത്തിക്കുന്നു എന്ന് ആ വചനം നമ്മെ പഠിപ്പിക്കുന്നു. പിതാവായ ദൈവം മനുഷ്യൻ എത്രത്തോളം സ്നേഹിക്കുന്നുവെന്നും ആ സ്നേഹത്തിൻ്റെ ഉടമ്പടി അവൻ പൂർത്തീകരിച്ചത് തൻ്റെ പ്രിയപുത്രനെ കാൽവരിയിൽ യാഗമാക്കി നമ്മെ ഓരോരുത്തരെയും, പാപികളായ നമ്മെ ഓരോരുത്തരെയും നമ്മുടെ പാപങ്ങളിൽ നിന്ന് വീണ്ടെടുത്തുകൊണ്ട് തൻ്റെ രക്ഷാകരം നമ്മുടെ ഓരോരുത്തരുടെ മേൽ ചൊരിഞ്ഞുകൊണ്ട് നമ്മെ പകൽ മേഘസ്തംഭമായി രാത്രി അഗ്നിസ്തംഭമായി കരുതിക്കൊണ്ട് അവൻ നമ്മെ അവൻ്റെ സന്നിധിയിൽ ചേർത്ത് നിർത്തുന്നതിനാലാണ്. എന്നാൽ ഈ പ്രപഞ്ചത്തിലെ വലിയ പോരാട്ടത്തിൽ നമുക്കൊരു ശത്രു ഉണ്ട്. ആ ശത്രു സൃഷ്ടികാലഘട്ടം മുതൽക്ക് മനുഷ്യനെ വേട്ടയാടി വരുന്ന ശത്രുവാണ്. ആ പ്രാപഞ്ചിക പോരാട്ടത്തിൽ മനുഷ്യൻ മാത്രമല്ല, പ്രപഞ്ചത്തിലെ പല ജീവികളും വീണുപോയിട്ടുണ്ട്. മനുഷ്യനും അതിൽ മുൻനിരയിൽ തന്നെ ഉണ്ട്. മനുഷ്യനും പലപ്പോഴും മനുഷ്യ സമൂഹത്തിലെ പലരും, പല ഭാഷക്കാരും, പല വർഗക്കാരും, പല ഗോത്രങ്ങളിലുള്ളവരും അല്ലേ, എല്ലാവരും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് നഷ്ടമായി പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 6ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ സകല ജാതിയും ഭാഷയും ഗോത്രവും വംശവുമായവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യസുവിശേഷം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അത് ദൈവത്തെ ഭയപ്പെടുകയും അവനെ മനസ്സിലാക്കുകയും ചെയ്യേണ്ടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ്. എന്തുകൊണ്ട് അത്തരത്തിലൊരു ചർച്ച ഇന്നത്തെ കാലഘട്ടത്ത് ആവശ്യമായിരിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, മനുഷ്യർക്ക് പോരാട്ടങ്ങളിൽ വീണു പോകുന്ന, തളർന്നു പോകുന്ന ഒരു ചിന്തയാണ് മനുഷ്യർക്കുള്ളത്. എന്നാൽ
വേദപുസ്തകം അതിനൊക്കെയും നമുക്ക് ആരോഗ്യവും ഊർജവും തന്ന് നമ്മെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് നിർത്തുന്നുണ്ട്. പ്രത്യാശയുടെ ഒരു വലിയ സന്ദേശം വേദപുസ്തകം നമുക്ക് നൽകുന്നുണ്ട്. ആ വലിയ സന്ദേശത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ആഴ്ചത്തെ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള മനപാഠവാക്യം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യമാണ്. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. സന്ദർഭം നമുക്കെല്ലാവർക്കും അറിയാം. സ്വർഗത്തിൽ നിന്ന് മനുഷ്യന് നൽകപ്പെട്ട ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ ഒന്നായിരുന്ന ഏദൻ പർദീസയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ആക്കുമ്പോൾ മനുഷ്യനോട് ദൈവം ആവശ്യപ്പെട്ടിരുന്ന തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് എന്ന ആവശ്യത്തിനെ മനുഷ്യൻ വളരെ പെട്ടെന്ന് തന്നെ നിരാകരിച്ച് ആ ഫലം തിന്നുകയും ശാപഗ്രസ്തനായി മാറുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ മനുഷ്യനും പുരുഷനും സ്ത്രീക്കുമായി ദൈവം നൽകിയ ശാപത്തെക്കുറിച്ചാണ് നമുക്കവിടെ കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ മനുഷ്യനെ തെറ്റിച്ച് കളഞ്ഞ പ്രതിയോഗിയായ പിശാചിന് ദൈവം കൊടുത്ത ശാപമാണ് നമുക്ക് പഠിക്കാൻ ഈ മനപാഠവാക്യമായി പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഇതിൻ്റെ ആന്തരികമായ ആശയങ്ങളിലേക്ക് ഈ ആഴ്ചത്തെ പാഠത്തിൽ തന്നെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. നോക്കൂ, ഇവിടെ 2 നിർണായകമായ ചോദ്യങ്ങളെ നമുക്ക് നേരിടാൻ വേണ്ടി ഈ പാഠത്തിൻ്റെ ലേഖകൻ ബ്രദർ ജോൺ സി പെക്കം നമുക്ക് നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ 2 ചോദ്യങ്ങൾ? 1, തിരുവെഴുത്ത് എവിടെയാണ് ദൈവവും സാത്താനും തമ്മിലുള്ള പ്രാപഞ്ചിക പോരാട്ടത്തെ പഠിപ്പിക്കുന്നത്? 2, തിരുവെഴുത്തനുസരിച്ച് പോരാട്ടത്തിൻ്റെ സ്വഭാവം എന്താണ്? ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏറെ സ്നേഹത്തോടെ എല്ലാവരെയും ഈ വചന പഠനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ആദ്യ ദിവസത്തെ പാഠത്തിലേക്ക്, ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ഒരു ശത്രു ഇത് ചെയ്തു. ശത്രു ആരാണെന്നൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. ദീർഘനാളായി നമ്മൾ വചനം പഠിക്കുന്നവരാണ്. പ്രതിയോഗിയായ പിശാച് എന്നാണ് വേദപുസ്തകം നമ്മുടെ പ്രതിയോഗിയെക്കുറിച്ച് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ആ പ്രതിയോഗിയാണ് നമ്മുടെ ശത്രു എന്ന് പറയുന്നത്. പലപ്പോഴും ആ ശത്രുത്വത്തിനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്, നമുക്കിടയിൽ ദൈവരാജ്യത്തിനെ ദൈവം എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുന്നത് എന്നതിനെ ആസ്പദമാക്കി മത്തായി എഴുതിയ സുവിശേഷത്തിൽ കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ ഒരു ഉപമയുണ്ട്. ആ ഉപമ ആണ് നമുക്ക് ആദ്യം വായിക്കുവാൻ വേണ്ടി തന്നിരിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ വായിക്കുക. അവിടെ ഇങ്ങനെ പറയുന്നു: അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തൻ്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശ്യമാകുന്നു. മനുഷ്യൻ ഉറങ്ങുമ്പോൾ അവൻ്റെ ശത്രു വന്നു കോതമ്പിൻ്റെ ഇടയിൽ കള വിതച്ച് പൊയ്ക്കളഞ്ഞു. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. അപ്പോൾ വീട്ടുടയവൻ്റെ ദാസന്മാർ അവൻ്റെ അടുക്കൽ ചെന്ന്, യജമാനെ, വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആ ദാസന്മാർ യജമാനനോട് ചോദിക്കുന്നത്. വേദപുസ്തകം ഇതിന് കൃത്യമായി ഉത്തരം നൽകുന്നു. എന്താണ് ഈ ഉപമയുടെ ഒരു എക്സ്പ്ലനേഷൻ? അതിൻ്റെ അർത്ഥം എന്താണ്? മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്താണ് ഈ വിത്ത് വിതയ്ക്കലിൻ്റെ ഉപദേശം എന്ന് നമുക്ക് മനസ്സിലാക്കിച്ച് തരുന്നുണ്ട്. അവൻ പറയുന്നത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം, നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ, കള ദുഷ്ടൻ്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം, കൊയ്യുന്നവർ ദൂതന്മാർ, കള കൂട്ടി തീയിലിട്ട് ചുടും പോലെ ലോകാവസാനത്തിൽ സംഭവിക്കും. നോക്കൂ, നാം എല്ലാവരും കർത്താവ് യേശു ക്രിസ്തു നമ്മോട് പറഞ്ഞിരിക്കുന്നതിന് പ്രകാരം നാം അവനിൽ കായ്ക്കേണ്ട മുന്തിരിവള്ളികൾ ആകുന്നു. ഇവിടെ വലിയ ഒരു സന്ദേശമാണ് നമ്മുടെ ഇടയിൽ ഈ വചനം നൽകുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 24 മുതൽ നാം താഴോട്ട് 40 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ പറയുന്ന യജമാനൻ ചെയ്ത പ്രവൃത്തി എന്താണ്? യജമാനൻ വയലിൽ വിത്ത് വിതയ്ക്കാൻ പോയി.
അവൻ വയലിൽ എന്ത് ചെയ്തു? ഗോതമ്പ് വിത്ത് വിതച്ചു. ആ ഗോതമ്പിൻ്റെ വിത്തുകളൊക്കെയും മുളച്ച് പാകമായി വരുന്ന സമയത്ത് യജമാനൻ കാണുന്നത് ആ വിത്തിനൊപ്പം കളയും വളർന്നു നിൽക്കുന്നതാണ്. യജമാനൻ മാത്രമല്ല, അവൻ്റെ ദാസന്മാരും. അപ്പോൾ അവൻ്റെ ദാസന്മാർ യജമാനോട് ചോദിക്കുന്നത്, ഈ കളയെ ഞങ്ങൾ എന്ത് ചെയ്യട്ടെ? പറിച്ചു കളയട്ടെ എന്നാണ്. യജമാനൻ അതിന് സമ്മതിക്കുന്നില്ല. കാരണം അവൻ പറയുന്നത്, ആ കളയും ഒപ്പം വളർന്ന് വരട്ടെ, ആ കള ഇപ്പോൾ പറിച്ചു കളഞ്ഞാൽ അതിനോടൊപ്പം ചിലപ്പോൾ നല്ല വിത്തും പിഴുത് വന്നേക്കാം. പ്രിയമുള്ളവരെ, അതിൻ്റെ ഉത്തരം, ഈ ഒരു വലിയ അർത്ഥവത്തായ ഉപമയുടെ ഒരു ഉത്തരം അവൻ പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവരക്തത്താൽ നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുകയും തൻ്റെ വായിലെ വചനത്താൽ അവൻ നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കുകയും തൻ്റെ സ്നേഹത്താൽ നമ്മെ എല്ലാവരെയും നിലനിർത്തുകയും തൻ്റെ കരങ്ങളാൽ നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും അവൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് നിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. നോക്കൂ, ഇവിടെ ഒരു വലിയ പോരാട്ടമുണ്ട്. ആ പോരാട്ടം എന്ന് പറയുന്നത് യജമാനൻ വിതച്ച നല്ല വിത്തിനൊപ്പം വളർന്നു വരുന്ന കളയാണ്, പ്രതിയോഗിയായ പിശാച്. തൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വ്രതന്മാരെ പോലും തെറ്റിക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ അവൻ പിഴുതു കളയുവാൻ വേണ്ടി നല്ല വിത്തിനൊപ്പം അവനും വളരുന്നുണ്ട്. അല്ലേ? ഈ ലോകത്തിൽ നമ്മൾ നോക്കുമ്പോൾ നന്മ തിന്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവ് മനുഷ്യനുണ്ട്. നന്മയും തിന്മയും എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നിട്ടും മനഃപൂർവ്വമായി തിന്മ പ്രവർത്തിക്കുന്നവർ അനേകരുണ്ട്. നന്മയെക്കുറിച്ച് ബോധ്യമുണ്ടായിട്ടും തിന്മ പ്രവർത്തിക്കുന്നവർ അനേകരുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് നന്മയെക്കുറിച്ച് ബോധ്യമുണ്ടായിട്ടും അവർ തിന്മയെ പ്രവർത്തിക്കുന്നത്? അവർ ഇരുട്ടിനെ ആരാധിക്കുന്നവരാണ്, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരാണ്, പിശാചിനെ ആരാധിക്കുന്നവരാണ്. അങ്ങനെയുള്ളവരാണ് കള എന്ന് പറയുന്നത്. വേദപുസ്തകം പറയുന്നത്, ഈ ദാസന്മാരുടെ ചോദ്യത്തിന് ഇത് ചെയ്തത് ശത്രുവാകുന്നു, ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് മറുപടി പറഞ്ഞു. ആ ശത്രു എന്ന് പറഞ്ഞാൽ ആരാണ്? പ്രതിയോഗിയായ പിശാച്. വെളിപാട് പുസ്തകം 12-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ പ്രതിയോഗിയായ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് ചിന്തിച്ചുകൊണ്ട് ലോകമെമ്പാടും എന്ത് ചെയ്യുന്നു? ഊടാടി സഞ്ചരിച്ചു കൊണ്ട് നിൽക്കുന്നു. അവൻ അബ്രഹാമിൻ്റെ സന്തതിയുടെ മേൽ നിന്നു, കടൽ തീരത്തെ മണൽത്തരിയിൽ മേൽ നിന്നു എന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. ഇപ്പോൾ മനുഷ്യപുത്രൻ നന്മയെക്കുറിച്ചുള്ള പാഠം നമുക്ക് പറഞ്ഞു തന്നിട്ട്, സ്നേഹത്തെക്കുറിച്ചുള്ള പാഠം നമുക്ക് പറഞ്ഞു തന്നിട്ട്, നീതിയെക്കുറിച്ചുള്ള പാഠം പറഞ്ഞു തന്നിട്ട്, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുവിൻ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചെടുത്ത് എന്ന് നടക്കുന്നത് എന്താണ്? കൊലപാതകങ്ങളും പിടിച്ചുപറിയും അസൂയയും പകയും പിണക്കവും ദോഷവും യുദ്ധവും അസമാധാനത്തിൻ്റെ ദുരന്തങ്ങളുടെ ഒരു പർദീസയായിട്ടാണ് ഇന്ന് ലോകം മാറിയിരിക്കുന്നത്. മനുഷ്യന് സമാധാനമേ ഇല്ല, സ്വസ്ഥതയില്ല, സ്നേഹമില്ല. മനുഷ്യൻ കലഹത്തിൻ്റെ വെള്ളം കുടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് എന്താണ്? നിങ്ങൾ ഈ വയലിലെ നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാർ, ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവകൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാർ. കള ദുഷ്ടൻ്റെ പുത്രന്മാർ. ആ കളയെ വിതച്ചത് ആരാണ്? പിശാച്. അത് കൊയ്ത്തിന് കാലമാകുവോളം കളയും ഈ നല്ല വിത്തിനോടൊപ്പം മുളച്ച് വരുന്നു. കൊയ്ത്താകുമ്പോൾ എന്ത് ചെയ്യുന്നു? എല്ലാത്തിനെയും ചെത്തിക്കളയുന്നു. കൊയ്യുന്ന ദൂതന്മാർ കളയെല്ലാം കൂടെ, നല്ല വിത്തിനെയൊക്കെ മാത്രം ശേഖരിച്ച് മാറ്റിയിട്ട് കളയെല്ലാം കൂടെ ഇട്ട് എന്ത് ചെയ്യുന്നു? വയലിട്ട് തന്നെ കത്തിച്ച് കളയുന്നു. വെളിപാട് പുസ്തകം പറയുന്നത് അവരെ തീപ്പൊയ്കയിലേക്ക് വലിച്ചെറിയുന്നു എന്നാണ്. അവിടെ ഗന്ധത്തിൻ്റെ പുക എന്നേക്കും ഉയരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും ഓരോ മനുഷ്യനും ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു ചിന്ത മാർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായത്തിൽ 29 പറയുന്നുണ്ട്. എന്താണ്? എന്തുകൊണ്ട് ഉടനടി തിന്മയെ പിഴുതു മാറ്റിക്കൂടാ? എന്തുകൊണ്ട് തിന്മയ്ക്ക് ഉടനെ തന്നെ തിന്മയെ നശിപ്പിക്കാനുള്ള മാർഗം ചെയ്തുകൂടാ? യജമാനൻ പറയുന്നത്, കള പറിക്കുമ്പോൾ കോതമ്പും കൂടെ പിഴുതു പോകും, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ എന്നാണ്. മാർക്കോസ് എഴുതിയ സുവിശേഷം 4:29 വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ധാന്യം വിളയുമ്പോൾ കൊയ്ത്തായതുകൊണ്ട് അവൻ ഉടനെ അരിവാൾ വയ്ക്കുന്നു. വിളവെടുപ്പിൻ്റെ ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. നമ്മളെല്ലാവരും
നല്ല വിത്താണോ വിളഞ്ഞു നിൽക്കുന്നത്, അതോ കളയായിട്ടാണോ വളർന്നു വന്ന് നിൽക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മൾ നല്ല വിത്തായിട്ടാണ് വിളഞ്ഞു നിൽക്കുന്നതെങ്കിൽ നമ്മളെ അവൻ്റെ സന്നിധിയിലേക്ക് ഓരോ ധന്യമണിയെയും അവൻ ശേഖരിക്കും. നമ്മൾ കളയായിട്ടാണ് വളർന്നു വന്നിരിക്കുന്നത് എങ്കിൽ നമ്മെ ചെത്തി എന്ത് ചെയ്യുന്നു? തീപ്പൊയ്കയിലേക്ക് ഇട്ട് കളയുന്നു, ഇട്ട് കൂട്ടി കത്തിച്ച് കളയുന്നു എന്ന് പറയുന്നു. പ്രിയമുള്ളവരെ, ശത്രുവാണ് ഇതിൻ്റെ ഇടയിലെ പ്രശ്നം എന്ന് പറയാം. ആദാം പിതാവിൻ്റെയും ഹവ്വയുടെയും ഒപ്പം ഏദൻ പർദീസയിൽ അവർക്ക് ശത്രുവായി നിന്നത് ആരായിരുന്നു? പാമ്പായിരുന്നു. അവൻ്റെ വാക്കുകളെ കേൾക്കാൻ പോയതാണ് അവിടുത്തെ തെറ്റ്. മറ്റൊരു അതിലും വലിയ തെറ്റ് അവിടെ സംഭവിച്ചതാണ്. ദൈവത്തിൻ്റെ വാക്കവർ വിശ്വസിച്ചില്ല എന്നുള്ളത്. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിലും രാജ്യത്തിൻ്റെ ഈ സുവിശേഷത്തെക്കുറിച്ച് ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുക, അവന് ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു, ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കി അവനെ നമസ്കരിപ്പിൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സുവിശേഷം, ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് എന്ന് പറയുന്ന നന്മയുടെ സുവിശേഷം, ഏകസത്യദൈവമായ എന്നെയും എന്നെ അയച്ചിരിക്കുന്ന പിതാവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്ന് പറയുന്ന സത്യസുവിശേഷം കേൾക്കുവാൻ നമ്മുടെ ചെവികൾ മന്ദമായി പോകുന്നുണ്ടോ? നാം സ്വയം ചിന്തിക്കുക. ഗോതമ്പിൽ നിന്ന് ഇപ്പോൾ കളയെ മാറ്റാതെ നമുക്ക് ചുറ്റും കളകളും വളർന്നു വരുന്നുണ്ട്. നാം നല്ല വിത്താണെങ്കിൽ, നമ്മൾ കളയായിട്ടാണ് വളർന്നു വരുന്നതെങ്കിൽ ആ കളയുടെ ഫലം തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മൾ നല്ല വിത്തായിട്ടാണ് വളർന്നു വരുന്നതെങ്കിൽ ആ നന്മയുടെ ഫലം നമുക്കും അനുഭവിക്കാൻ കിട്ടും. അതുകൊണ്ട് ശത്രുവിന് എന്ത് ചെയ്യരുത്? ഇടം കൊടുക്കരുത്. പിശാചിന് ജീവിതത്തിൽ ഇടം കൊടുക്കരുത്. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ എന്നാണ് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് വരുമ്പോൾ, കഴിഞ്ഞ ദിവസത്തെ പാഠം നമ്മൾ പഠിച്ചതിൻ്റെ അതിൽ നിന്ന് തുടർച്ചയായിട്ടാണ് പാഠം തുടങ്ങുന്നത് തന്നെ. ഈ ഉപമയിലെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ സ്വർഗരാജ്യത്തിലെ വിത്തിൻ്റെ ഉപമയിലെ നല്ല വിത്തിനോടൊപ്പം വളർന്നു വരുന്ന കളയുടെ ഉപമയിൽ ചോദ്യത്തിന് സമാന്തരമായി ഇവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നല്ല വിത്ത് മാത്രം വിതച്ചു എങ്കിൽ വയലിൽ മോശം വിത്ത് എവിടെ നിന്ന് വന്നു? ദൈവം ലോകം മുഴുവനും നല്ലതായി സൃഷ്ടിച്ചുവെങ്കിൽ ഇവിടെ തിന്മ എങ്ങനെ ഉയർന്നു വന്നു? ഒരു വലിയ ചോദ്യമാണ്. ഒരുപക്ഷെ ദൈവമില്ല എന്ന് പറയുന്ന മൂഢന്മാർ പോലും, നിരീശ്വരവാദികൾ, യുക്തിവാദികളായിട്ടുള്ള ആളുകൾ പോലും ചോദിക്കുന്ന ചോദ്യമാണിത്. ദൈവവും നന്മയാണ് ലോകത്തിൽ സൃഷ്ടിച്ചതെങ്കിൽ തിന്മ എന്തുകൊണ്ട് വന്നു? നന്മ മാത്രമാണ് ഈ ലോകത്തിൽ പുലരേണ്ടതെങ്കിൽ എന്തുകൊണ്ട് തിന്മയ്ക്ക് ഉടനടി തിന്മ തന്നെ പകരം കിട്ടുന്നില്ല, ശിക്ഷ കിട്ടുന്നില്ല? ഉൽപ്പത്തി പുസ്തകം 1:31 വായിക്കുമ്പോൾ അവിടെ പറയുന്നു, ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അവസാനം താൻ ഉണ്ടാക്കിയതിനെയൊക്കെയും ദൈവം നോക്കി, അത് എത്രയും നല്ലത് എന്ന് കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 6-ാം ദിവസം. എല്ലാത്തിനെയും ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞ ശേഷം അവൻ ഒന്നിൽ പോലും എന്ത് കണ്ടില്ല? തിന്മ കണ്ടില്ല. ദൈവം എന്തെന്ന് കണ്ടു? എല്ലാം നല്ലത് എന്ന് കണ്ടു. എല്ലാം നല്ലത് എന്ന് കണ്ടു. അവൻ്റെ സൃഷ്ടിപ്പിൻ്റെ സകലതും നല്ലത് എന്ന് കണ്ടു. അവൻ ആകാശത്തെയും ഭൂമിയെയും തമ്മിൽ വേർതിരിച്ചതും ആകാശവിധാനത്തിലെയും ഭൂമിയിലെയും ജലതരംഗങ്ങളെ 2 പാളികളായി നിർത്തിയതും ഭൂമിയിൽ മനുഷ്യന് അധിവസിക്കുവാനുള്ള ഒരു ആവാസ വ്യവസ്ഥയെ ഉണ്ടാക്കിയതും മൃഗങ്ങളെയും പക്ഷികളെയും മറ്റ് ജീവജാലങ്ങളെയും, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നിയമിച്ചതും ആകാശത്തിലെ നക്ഷത്ര സമൂഹങ്ങളെ സൃഷ്ടിച്ചതും ഗോളങ്ങളെ സൃഷ്ടിച്ചതും പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനായ യഹോവ മനുഷ്യന് വേണ്ടിയിട്ടുള്ള ഒരു പ്രകൃതിയെ അവൻ മെനഞ്ഞെടുക്കുകയായിരുന്നു. 6 ദിവസം കൊണ്ട് അവൻ തൻ്റെ സൃഷ്ടിയൊക്കെയും പൂർത്തീകരിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ ഏറ്റവും വലിയ സന്തോഷം എന്തായിരുന്നു? എല്ലാം നല്ലത് എന്ന് ആയിരുന്നു. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 7 വരെ വായിക്കുമ്പോൾ അവിടെ നമുക്കറിയാവുന്ന ചരിത്ര ഭാഗമാണ് പറയുന്നത്. മനുഷ്യനെ എല്ലാം സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ ദൈവം ഏദൻ പർദീസയിൽ അതിൻ്റെ കാവൽക്കാരനാക്കി. ആദാമിനെയും ഹവ്വയെയും തോട്ടത്തിൽ ആക്കിയിട്ടുണ്ട്. ഉൽപ്പത്തി 3:1 യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അത് സ്ത്രീയോട്,
തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. സ്ത്രീ പാമ്പിനോട്, തോട്ടത്തിൻ്റെ വൃക്ഷങ്ങൾ ഫലം നിങ്ങൾക്ക് തിന്നാം, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിൻ്റെ നടുവിലുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. പാമ്പ് സ്ത്രീയോട്, നിങ്ങൾ മരിക്കയില്ല, നിശ്ചയം. അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെപ്പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ ഒരു വരി, ആ ഒരു 3:5 വാക്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അവൻ്റെ പ്രതിയോഗിയായ പിശാചിൻ്റെ, പാമ്പിൻ്റെ, മഹാസർപ്പത്തിൻ്റെ വാക്ക്, ഹവ്വയോട് പറഞ്ഞ വാക്കുകൾ നമ്മൾ റിപ്പീറ്റായിട്ടൊന്ന് വായിച്ചു നോക്കൂ. നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ആരെപ്പോലെയാകും? ദൈവത്തെപ്പോലെ ആകും. ദൈവത്തെപ്പോലെ ആകും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ് യഥാർത്ഥത്തിൽ ലൂസിഫർ എന്ന അരുണോദയപുത്രനായ ശുക്രൻ സ്വർഗീയ സിംഹാസനങ്ങളിൽ മഹാരാജാവായി അധിവസിച്ചിരുന്ന, അവിടെ സേനയുടെ തലവനായി അധിവസിച്ചിരുന്ന അതിസുന്ദരനായിരുന്ന ലൂസിഫർ സ്വർഗത്തിൽ നിന്ന് വീഴ്ത്തപ്പെട്ടത് ഈ ഒരൊറ്റ ആഗ്രഹത്തിൻ്റെ പുറത്താണ്. എന്താണ്? ദൈവത്തെപ്പോലെ ആകുവാൻ. നോക്കൂ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മനുഷ്യദൈവങ്ങളുള്ള കാലമാണ്. ഒരുപാട് തവണ വേദപഠനങ്ങൾ നടത്തുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ചിന്തിക്കുകയും പറയുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്, ഒരു മനുഷ്യനും ദൈവമാകുവാൻ കഴിയുകയില്ല. ഒരു മനുഷ്യനും ദൈവമാകുവാൻ കഴിയില്ല. അപ്പോൾ പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, അപ്പോൾ കർത്താവ് യേശുക്രിസ്തു മനുഷ്യനായിരുന്നില്ലേ? അല്ല, കർത്താവ് യേശുക്രിസ്തു ദൈവമായിരുന്നു. അവൻ വേഷത്തിൽ ഭൂഷണായി വിളങ്ങി മനുഷ്യനോളം തന്നെത്താൻ താഴ്ത്തി ജീവിച്ചവനാണ്. അവൻ മനുഷ്യരൂപത്തിലായിരിക്കെ അവൻ എന്ത് ചെയ്തു? ആ ദൈവികത്വത്തെ അവൻ ഏറ്റെടുത്തിരുന്നവനാണ്. അവൻ ഒരിക്കലും മനുഷ്യനായിരുന്നില്ല. മനുഷ്യരുടെ കൂട്ടത്തിൽ കർത്താവ് യേശുക്രിസ്തുവിനെ എണ്ണുന്നവൻ മണ്ടനാണ്. യേശുക്രിസ്തു മനുഷ്യനായിരുന്നില്ല, മനുഷ്യരൂപത്തിൽ വന്നവനായ കുഞ്ഞാടായിരുന്നു. ഇവിടെ ചോദ്യം ഇതാണ്, നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി. ആ സ്റ്റേറ്റ്മെൻറ്റിനും വളരെയധികം അർത്ഥമുണ്ട്. കാരണം നന്മ തിന്മകളെ നിങ്ങൾ അറിയും എന്ന് പറയുമ്പോൾ ആദാമിനും ഹവ്വയ്ക്കും അന്നേരം നന്മയെക്കുറിച്ച് മാത്രമേ അറിയാവൂ, അവർക്ക് തിന്മയെക്കുറിച്ച് അറിയില്ല എന്നൊരു അർത്ഥം അതിനുണ്ട്. രണ്ടാമത്തത്, ആ സമയത്ത് ഭൂമിയിൽ എന്തുണ്ട്? തിന്മയുണ്ട് എന്നും ആശയമുണ്ട്. തിന്മയില്ലാതെ എങ്ങനെയാണ് ആ പഴം തിന്ന ഉടനെ തന്നെ തിന്മയെക്കുറിച്ച് അറിയുന്നത്? ആ സമയത്ത് ഭൂമിയിൽ തിന്മയുണ്ട്. ആ തിന്മയാണ് അവരുടെ മുമ്പിൽ വന്നു നിന്ന് നിങ്ങളിത് തിന്നോളൂ, കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരെപ്പോലെയാകും? നിങ്ങൾ ദൈവത്തെപ്പോലെയാകും. അവൻ്റെ ആഗ്രഹമായിരുന്നു. ദൈവത്തെക്കാൾ വലിയവനാകുവാൻ ആഗ്രഹിച്ചവനാണ് ലൂസിഫർ. ദൈവത്തെക്കാൾ വലിയവൻ, അവൻ്റെ സിംഹാസനത്തിന് മേലെ സിംഹാസനം സ്ഥാപിക്കുവാൻ ആഗ്രഹിച്ചവനായിരുന്നു ലൂസിഫർ. അവൻ എന്ത് ചെയ്തു? സ്വർഗീയ സേനയിൽ നിന്ന് അവൻ്റെ 1/3 ഭാഗം അവനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തോട് പോരാട്ടം നടത്തിയപ്പോൾ അവരെ അവിടെ നിന്ന് ഛേദിച്ചു കളഞ്ഞവനാണ്. അവർ ദൈവത്തെപ്പോലെ ആകുവാനും ദൈവത്തെക്കാൾ വലിയവനാകുവാനും ആഗ്രഹിച്ചവനാണ്. അവൻ്റെ ആഗ്രഹമാണ് മനുഷ്യരുടെ മേൽ നടപ്പിലാക്കാൻ ആഗ്രഹിച്ചത്. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. ഉടനെ അവരുടെ രണ്ടുപേരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. അത്തീര കൂട്ടിത്തുന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. നോക്കൂ, അതുവരെ അവരെന്താണെന്ന് അവരറിഞ്ഞില്ല, നഗ്നതയെക്കുറിച്ച് അറിഞ്ഞില്ല. അവരുടെ കണ്ണ് തുറന്നു എന്നാണ് പറയുന്നത്. അതായത് അവരിലുണ്ടായിരുന്ന ദൈവികത്വം, ദേ ഹാവ് സ്പോയിൽഡ് ഇറ്റ്. അവരതിനെന്ത് ചെയ്തു? നശിപ്പിച്ചു. അതുവരെ അവരിൽ വിളങ്ങിയ ദൈവികത്വം എവിടെയുള്ളതായിരുന്നു? ദൈവം തൻ്റെ കരങ്ങൾ കൊണ്ട് തൻ്റെ സ്വരൂപത്തിൽ, തൻ്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കി. അവനിൽ ജീവശ്വാസം, അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവനെ ജീവനുള്ള ദേഹിയാക്കി മാറ്റി.
മനുഷ്യനെ തോട്ടത്തിൻ്റെ അധിപതിയാക്കി അവൻ വെച്ചു. ആ ഏദൻ പറുദീസ അവരർഹിക്കുന്നതിലും എത്രയോ വലുതായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കും. അവരിൽ നിന്ന് ആ പറുദീസ നഷ്ടം സംഭവിച്ചു അല്ലേ? അവരുടെ കൂട്ടത്തിൽ നിന്ന് ആ ഏദൻ പറുദീസ അവർക്ക് നഷ്ടമായി. മുള്ളും പറക്കാരെയും മരുഭൂമിയും അവരുടെ സമ്പാദ്യമായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിയുന്നത്. നോക്കൂ, ഇവിടെയും പ്രതിയോഗിയായ പിശാച് അവനൊരു പ്രാപഞ്ചിക പോരാട്ടം മനുഷ്യരുടെ മുമ്പിൽ വെക്കുകയാണ്, ഒരു ചെക്ക് വെക്കുകയാണ്, ഒരു ചാലഞ്ച് വെക്കുകയാണ്. എന്താണ് അവൻ പോരാട്ടം? ദൈവം അവളോട് പറഞ്ഞത് വിശ്വസിക്കുമോ അതോ സർപ്പം പറഞ്ഞത് വിശ്വസിക്കുമോ? There is a process of selection. നമ്മുടെ കൺമുമ്പിലും ഒരു സെലക്ഷൻ ഉണ്ട്, തിരഞ്ഞെടുപ്പുണ്ട്. നീ ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുമോ അതോ പിശാചിന്റെ പക്ഷത്ത് നിൽക്കുമോ? നീ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുമോ അതോ കല്ലുകൊണ്ടോ മരങ്ങൾ കൊണ്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങളെ ആരാധിക്കുമോ? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് എന്ന് കൽപ്പിച്ചവനായ ദൈവത്തെ നീ ആരാധിക്കുമോ? സകല ജാതിയും ഭാഷയും ഗോത്രവും വംശവരായവരോട് പറഞ്ഞ സകല പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ നീ ആരാധിക്കുമോ അതോ പ്രതിയോഗിയായ പിശാചിനെ ആരാധിക്കുമോ? വലിയ ചോദ്യമാണ്. അതാണ് മനുഷ്യരുടെ ഇടയിലെ കോൺഫ്ലിക്റ്റ്, മനുഷ്യൻ്റെ സംശയം. അറിയാമായിരുന്നിട്ടും മനുഷ്യൻ മനഃപൂർവ്വം തെറ്റിപ്പോകുന്ന ഇടം, സെലക്ഷൻ ഓഫ് ഗോഡ്. ദൈവത്തിനെ തിരഞ്ഞെടുക്കുന്നതിൽ മനുഷ്യൻ പലയിടങ്ങളിലും പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. ദൈവത്തിനെ തിരഞ്ഞെടുക്കുന്നതിൽ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഉൽപ്പത്തി 3:15 നമ്മൾ വായിച്ചതായ മനപാഠവാക്യം, അതിൻ്റെ ഒരു ശിക്ഷ, ശാപം പുരുഷനും കിട്ടി, സ്ത്രീക്കും കിട്ടി, പാമ്പിനും കിട്ടി. സന്തതി പരമ്പരകളിലേക്ക് പടരുന്നതായ ഒരു ശാപം. പക്ഷെ ആ പാപത്തിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു വന്നത്. അവിടെയാണ് ദൈവം നീതിയും സ്നേഹവും ഉള്ളവനായി മാറുന്നത്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോഴും ഇവിടെ അത് പറയുന്നുണ്ട്. ഇന്നും ആ പോരാട്ടമുണ്ട്. പിന്നെ സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി, തൻ്റെ ദൂതന്മാരുമായി മഹാസർപ്പവും പടവെട്ടി ജയിച്ചയില്ലതാനും. സ്വർഗത്തിൽ പിന്നെ അവരുടെ സ്ഥലം കണ്ടതുമില്ല. ഭൂതലത്തെ മുഴുവനും തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. എവിടേക്ക് തള്ളിക്കളഞ്ഞു? ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞപ്പോൾ അവിടെ എന്തുണ്ട്? ഭൂമിയിൽ തിന്മയുണ്ട്. ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിക്കുമ്പോൾ ഭൂമിയിൽ തിന്മയുണ്ട്. ആ തിന്മ ബാധിക്കാതെയാണ് ദൈവം മനുഷ്യനെയും ഏദൻ പറുദീസയും ഭൂമിയിൽ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് സകലത്തിനെയും സൃഷ്ടിച്ചിട്ട് അവൻ എന്തെന്ന് കണ്ടത്? സകലവും നല്ലത് എന്ന് കണ്ടത്. ആ തിന്മ ഭൂമിയിലുണ്ട് എന്ന് അറിയാമായിരുന്ന മറ്റൊരാളും അവിടെ ഉണ്ടായിരുന്നു. അതാണ് പ്രതിയോഗിയായ പിശാച്. അവൻ എന്ത് ചെയ്തു? അവൻ വന്ന് ആദാമിനെയും ഹവ്വയെയും തെറ്റിച്ച് കളഞ്ഞു. അവരോട് പറഞ്ഞത് എന്താണ്? നിങ്ങൾ ദൈവത്തെ പോലെ ആകും, നിങ്ങൾക്ക് നന്മയും തിന്മയും തിരിച്ചറിയാൻ കഴിയും. അവർ വളരെ പെട്ടെന്ന് നഗ്നരായി അല്ലേ? ആ ചരിത്രഭാഗം നമ്മൾ പഠിക്കുമ്പോൾ, ഇതൊന്നും കഥയല്ല, ചരിത്രഭാഗം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ തുടർച്ച എന്താണ്? കർത്താവ് യഹോവയായ ദൈവം ഏദൻ പറുദീസയിൽ വന്നു. ആദാമേ നീ എവിടെയെന്ന് ചോദിച്ചു. ആദാം പറഞ്ഞ മറുപടി എന്താണ്? ഞാനിതവിടെ ഒളിച്ചിരിക്കുകയാണ്. നീ എന്താ പുറത്തു വരാത്തത്? ഞാൻ നഗ്നനാണ് എന്ന് ഞാൻ അറിയുന്നു. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ പറയുന്നത് എന്താണ്? തങ്ങളുടെ നഗ്നതയെ മറയ്ക്കുവാൻ വെള്ളയങ്കി ധരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ആ നഗ്നത എന്ന് പറയുന്നത് പാപമാണ്. അത് ഭൗതികമായ നഗ്നതയല്ല, ഭൗതികമായ നമ്മൾ ഉദ്ദേശിക്കുന്ന ശരീരത്തിൻ്റെ നഗ്നതയല്ല, മറിച്ച് പാപത്തെയാണ് അവിടെ നഗ്നത എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ചോദ്യം നോക്കൂ. മശിഹയെ പരാമർശിച്ച സ്ത്രീയുടെ സന്തതി പാമ്പിൻ്റെ തല തകർക്കുമെന്ന്
പാമ്പിനോടുള്ള ദൈവത്തിൻ്റെ പ്രസ്താവന പലപ്പോഴും തിരുവെഴുത്തുകളിലെ ആദ്യത്തെ സുവിശേഷമായി പ്രോട്ടോ ഇവാഞ്ചലിസം തിരിച്ചറിയപ്പെടുന്നു. ഇവ രണ്ടും പോരാട്ടത്തിൻ്റെ യാഥാർത്ഥ്യത്തെ എങ്ങനെ ശക്തിപ്പെടുത്തുന്നു എന്നിരുന്നാലും അതിൻ്റെ മധ്യേ നമുക്ക് പ്രതീക്ഷ നൽകുന്നത് എങ്ങനെയാണ്? കർത്താവായ യേശു ക്രിസ്തു. അതാണ് അതിൻ്റെ ഉത്തരം. എന്താണ്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ വൻ പോരാട്ടത്തിൽ നമ്മൾ ആരുടെ പക്ഷത്താണ് എന്നുള്ളത്, സെലക്ഷൻ, നിങ്ങൾ ദൈവത്തിനെ തിരഞ്ഞെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സെലക്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന ആ ഒരു വലിയ ആപ്തവാക്യത്തിനെ ഏറ്റുപറയുവാൻ നമ്മളും തയ്യാറാകേണ്ടിയിരിക്കുന്നു. നമ്മൾ ചൊവ്വാഴ്ചത്തെ പാഠഭാഗത്തേക്ക് വരുമ്പോൾ തുടർച്ചയാണ്, കഴിഞ്ഞ പാഠത്തിൻ്റെ തുടർച്ചയാണ്. സ്വർഗത്തിലെ പോരാട്ടത്തിൻ്റെ ആരംഭം. ആദാമിൻ്റെയും ഹവ്വയുടെയും വീഴ്ചയ്ക്ക് മുമ്പ് തിന്മ നിലനിന്നിരുന്നു. നമ്മൾ അവസാനിപ്പിച്ചത് അതാണ് കഴിഞ്ഞ പാഠത്തിൻ്റെ. ആശയപരമായി തിന്മ നന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം എന്ന പേരിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു. വാസ്തവത്തിൽ കള്ളം പറയുന്നത് പാമ്പായിരിക്കെ കള്ളം പറയുന്നതിന് പാമ്പ് ദൈവത്തിന്മേൽ പഴിചായിരുന്നു. കള്ളം പറയുന്നതിനോടൊപ്പമുള്ള പാമ്പിൻ്റെ അസ്തിത്വം അവിടെ തിന്മയുടെ യാഥാർത്ഥ്യത്തെ കാണിക്കുന്നു. അല്ലേ? പാമ്പിനെ തന്നെ വിശേഷിപ്പിക്കുന്നത് സകല ജീവികളിലും വെച്ച് കൗശലമേറിയവനായിരുന്നു എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം എന്നാണ് പറഞ്ഞത് അല്ലേ? 1-ാമത്തെ വാക്യം 3:1. യഹോവയായ ദൈവം ഉണ്ടാക്കിയ സകല കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു, അത് സ്ത്രീയോട്. ആ ഒരു കൗശലത്വം നിമിത്തം അവൻ ഒരു വലിയ കള്ളമാണ് ആരോട് പറയുന്നത്? ഹവ്വയോട് പറയുന്നത്. ദൈവം നിങ്ങളെ പറ്റിച്ചിരിക്കുകയാണ്, നിങ്ങളിത് കഴിച്ചു കഴിഞ്ഞാൽ ദൈവത്തെ പോലെ ആകും, അതുകൊണ്ടാണ് അവൻ നിങ്ങളോട് ഇത് ചെയ്ത് കഴിക്കരുത് എന്ന് പറഞ്ഞത്. നമുക്ക് ആ പ്രലോഭനത്തിൽ അവർ വീണുപോയി. എത്ര സമയമായിട്ടുണ്ടാവും ദൈവം അവരെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട്? ആലോചിച്ച് നോക്കൂ. വളരെ പെട്ടെന്ന് പിശാച് അവരെ തെറ്റിച്ച് കളഞ്ഞു. അതിനുശേഷം ഇന്നും മനുഷ്യൻ വളരെ വൾണറബിൾ, അതാണ്, എങ്ങോട്ട് വേണമെങ്കിലും വീണു പോകാവുന്ന ഒരു സ്വഭാവത്തിലാണ് ജീവിക്കുന്നത്, വഴങ്ങിപ്പോകുന്ന ഒരു സ്വഭാവത്തിൽ. എന്നിട്ട് പാമ്പ് തന്നെ അത് ദൈവത്തിന്മേൽ പഴിച്ചായിരുന്നു. അവൻ നിങ്ങളിങ്ങനെ പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഒരിക്കലും സംശയം ഉണ്ടെങ്കിൽ കഴിച്ചു നോക്കൂ. ആ സംശയം തീർക്കാൻ വേണ്ടി ഉടനെ കഴിച്ചു, പക്ഷെ മരിച്ചില്ല. മരിച്ചില്ലല്ലോ. പക്ഷേ അവർക്ക് അവരിൽ നിന്ന് ആ ദൈവികത്വം നഷ്ടമായി. അതായിരുന്നു അവരുടെ മരണം എന്ന് പറയുന്നത്. ഇന്നും മനുഷ്യൻ്റെ അവസ്ഥ അതാണ്. മനുഷ്യൻ ആ ദൈവികത്വത്തെ പ്രാപിക്കുവാൻ ഇനിയും സാധിച്ചിട്ടില്ല. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ യാഗത്തിലൂടെ സകല പാപങ്ങളെയും അവൻ വീണ്ടെടുത്ത് കാൽവരിയിൽ യാഗമായെങ്കിലും ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ വിലയേറിയ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നുവെങ്കിലും ഇന്നും പ്രതിയോഗിയായ പിശാച് അതേ കള്ളം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദൈവത്തെ പോലെയാകും, നിങ്ങൾ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോകത്തിൽ ഇങ്ങനെ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് മനുഷ്യനെ തെറ്റിക്കാൻ. അതിൽ വീണുപോയ മനുഷ്യരാണ് ഞാൻ ദൈവമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത്. അതിൽ വീണുപോയ മനുഷ്യരാണ് വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് നടക്കുന്നത്. അതിൽ വീണുപോയ മനുഷ്യരാണ് ദൈവം ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്നത്. അതിൽ വീണുപോയ മനുഷ്യരാണ് യേശു ക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കുന്നത്. നോക്കൂ, എത്രയെത്ര കള്ളങ്ങളാണ് പ്രതിയോഗിയായ പിശാച് ആ പോരാട്ടത്തിലൂടെ, വൻ പോരാട്ടത്തിലൂടെ മനുഷ്യരുടെ ഇടയിൽ പ്രചരിപ്പിച്ചിരിക്കുന്നത് അല്ലേ? ഒരു വൈറസ് പോലെ, ഒരു രോഗാണു ഇങ്ങനെ പടരുന്നത് പോലെ എത്രയെത്ര കള്ളങ്ങളാണ് പ്രതിയോഗിയായ പിശാച് മനുഷ്യരുടെ ഇടയിൽ പ്രചരിപ്പിച്ചിട്ടിരിക്കുന്നത്. ഇഷ്ടമുള്ളതെടുത്ത് തിന്നാം, ഇഷ്ടമുള്ള ഫലം തിന്നാം. അവിടെയും ഒരു ചോയ്സ് ഉണ്ട് കേട്ടോ, നമ്മളതാ മനസ്സിലാക്കേണ്ടത്. അവിടെയും ഒരു ചോയ്സ് ഉണ്ട്, സെലക്ഷൻ ഉണ്ട്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ പക്ഷത്താണോ അതോ പിശാചിൻ്റെ പക്ഷത്താണോ? ചോയ്സ് ഉണ്ട്, നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ആ ഒരു തിരഞ്ഞെടുപ്പിനെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് വളരെയധികം അത്യാവശ്യമായതുകൊണ്ട് ഈ പാമ്പിൻ്റെ അസ്തിത്വം, എങ്ങനെയാണ് ഈ പാമ്പുണ്ടായത് എന്നതിനെപ്പറ്റി നമുക്ക് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്.
പുറപ്പാട് പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങൾ. ഒരു കെരൂബിനെ രണ്ടറ്റത്തും, കെരൂബിനെ ഒരറ്റത്തും മറ്റേറ്റത്തും കെരൂബിനെ ഉണ്ടാക്കണം. കെരൂബുകളുടെ കൃപാസനത്തിൽ നിന്നുള്ളവയായി അതിൻ്റെ രണ്ടറ്റത്തും ഉണ്ടാക്കണം. കെരൂബുകൾ മേലോട്ട് ചിറക് വിടർത്തി ചിറക് കൊണ്ട് കൃപാസനത്തെ മൂടുകയും തമ്മിൽ അഭിമുഖമായിരിക്കുകയും വേണം. കെരൂബുകളുടെ മുഖം കൃപാസനത്തിന് നേരെ ഇരിക്കണം. എന്താണ് ഈ കെരൂബുകളുടെ പ്രാധാന്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഈ കെരൂബുകൾ വളരെ സുന്ദരനും ജ്ഞാനസമ്പൂർണനും സൗന്ദര്യസമ്പൂർണനും ആയിരുന്നു എന്നതാണ്. യെഹെസ്കേലിൻ്റെ പ്രവചനം 28-ാം അധ്യായം 12 മുതൽ ഉള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ സോർ രാജാവിനെ കുറിച്ച് പറയുന്നതായ ആ വിലാപത്തിൽ യെഹെസ്കേൽ ഇങ്ങനെ പറയുന്നു: യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാമുദ്രയാകുന്നു. നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യസമ്പൂർണനും തന്നെ. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്യരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം മുതലായ മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെ കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധദേവ പർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിൻ്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞ് നീ പാപം ചെയ്തു. അതുകൊണ്ട് നിന്നെ ഞാൻ അശുദ്ധൻ എന്ന് എണ്ണി ദൈവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കറഞ്ഞു. മറക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നിമിത്തം നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ട് രാജാക്കന്മാർ നിന്നെ കണ്ടു രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ടുകളഞ്ഞു. നിന്റെ അകൃത്യ ബാഹുല്യം കൊണ്ടും നിന്റെ വ്യാപാരത്തിൻ്റെ നീതികേട് കൊണ്ടും നീ നിന്റെ വിശുദ്ധ മന്ദിരങ്ങളെ അശുദ്ധമാക്കി. അതുകൊണ്ട് ഞാൻ നിന്റെ നടുവിൽ നിന്ന് ഒരു തീ പുറപ്പെടുവിക്കും. അത് നിന്നെ ദഹിപ്പിച്ച് കളയും. നിന്നെ കാണുന്ന എവരുടെയും മുമ്പിൽ ഞാൻ നിന്നെ നിലത്ത് ഭസ്മമാക്കി കളയും എന്ന് പറയും. നോക്കൂ, എത്ര വലിയ സുന്ദരനായിരുന്നു, എത്ര വലിയ സൗന്ദര്യവാനായിരുന്നു, എത്ര വലിയ ഒരു പൊസിഷനിൽ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ വസിക്കുന്നവനായിരുന്നു. അവിടെ നിന്ന് ലൂസിഫറിൻ്റെ വീഴ്ച വളരെ ഭയാനകമായ ഒരു വീഴ്ചയാണ്. യെശയ്യാവിൻ്റെ പ്രവചനം 14-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ചോദ്യം യഹോവയായ ദൈവം തന്നെ ചോദിക്കുന്നുണ്ട്. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും. എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമന പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. പക്ഷെ അവൻ്റെ വീഴ്ച എവിടെയായിരുന്നു? പാതാളത്തിൻ്റെ നാശകൂപങ്ങളിലേക്കായിരുന്നു അവൻ്റെ വീഴ്ച. ചോദ്യം, വലിയ ചോദ്യം. അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? നോക്കൂ, എത്രമാത്രം സുന്ദരനായിരുന്നു, എത്രമാത്രം അനുഗ്രഹമുള്ളവനായിരുന്നു, എത്രമാത്രം കരുത്തുള്ളവനായിരുന്നു ലൂസിഫർ എന്ന്. അവനെ ദൈവം സൃഷ്ടിക്കുമ്പോൾ അവൻ താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്യരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങൾ കൊണ്ടും മൂടിയവനായിരുന്നു. സകല ജ്ഞാനത്തിനെയും അവന് നൽകിയിരുന്നു, സകല അറിവും നൽകിയിരുന്നു. അവൻ ചിറകുയർത്തി പറക്കുന്ന കെരൂബ് ആയിരുന്നു. അവൻ വിശുദ്ധ പർവ്വതത്തിൻ്റെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ വസിച്ചവനായിരുന്നു. പക്ഷേ അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആ സ്വർഗീയ പറുദീസയിൽ നിന്ന് വെട്ടേറ്റ് വീണു? അവൻ ഹൃദയത്തിൽ പറഞ്ഞു എന്നാണ്. അവൻ ഹൃദയത്തിൽ എന്താ പറഞ്ഞത്? അവൻ്റെ പ്രവൃത്തി എന്തായിരുന്നു? ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ എൻ്റെ സിംഹാസനം അത്യുന്നതനോട് സമനായി വയ്ക്കും. അവൻ്റെ സിംഹാസനത്തിന് മീതെ, നക്ഷത്രങ്ങൾക്ക് മീതെ ഞാൻ എൻ്റെ സിംഹാസനം വയ്ക്കുമെന്നല്ലോ നീ മനസ്സിൽ പറഞ്ഞത്. അത്ര വലിയ അഹങ്കാരമാണ്.
ദൈവത്തോട് സമനായി ഞാൻ ദൈവമാണ് എന്ന് പറയുന്ന സകല മനുഷ്യൻ്റെയും അവസ്ഥ ഇത് തന്നെയാണ്. അവനാണ് ഏറ്റവും വലിയ പിശാച്. ഒരുപാട് മനുഷ്യദൈവങ്ങളുള്ള നാടാണ് നമ്മുടേത്. മനുഷ്യദൈവങ്ങൾ, മനുഷ്യർ തന്നെ ആ മനുഷ്യദൈവങ്ങളുടെ മുമ്പിൽ ചെന്ന് കാലുതൊട്ട് വന്നിക്കുന്നു, കാലുതൊട്ട് കുടിക്കുന്നു, വെള്ളം കഴുകി കുടിക്കുന്നു, ചവിട്ടേറ്റ് വാങ്ങുന്നു, ഇടിയേറ്റ് വാങ്ങുന്നു, വെടിപൊട്ടിക്കുന്നു. എന്തെല്ലാം കോപ്രായങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ കണ്ടുകൊണ്ട് ദൈവം എങ്ങനെയിരിക്കും? സൊദോമിലും ഗോമോറയിലും സംഭവിച്ചത് ഇതാണ്. അവരുടെ അകൃത്യം പെരുകി. അവരുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും അവർ ദൈവത്തെ മറക്കുന്നു എന്ന് ദൈവം കണ്ടു. ആകാശത്തു നിന്ന് തീ ഇറങ്ങി ആ പട്ടണങ്ങളെ അവൻ നശിപ്പിച്ച് കളഞ്ഞു. ദൈവത്തോട് സമനാകുവാൻ ആർക്ക് കഴിയും? ദൈവത്തിൻ്റെ വെളിച്ചം പോലും താങ്ങുവാൻ മോശയ്ക്ക് കഴിഞ്ഞില്ല. മോശയോടൊപ്പം കയറിയ ഒരു പുരോഹിതന്മാർക്കും കഴിഞ്ഞില്ല. ഒരു മനുഷ്യനിന്ന് വരെ ദൈവത്തെ കണ്ടിട്ടില്ല. പല അനുഭവങ്ങൾ, നമ്മൾ ദൈവികമായ അനുഭവങ്ങൾ നമ്മൾ സ്പർശിച്ചിട്ടുണ്ട്. അവൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. ലൂസിഫർ തന്നെത്താൻ ഉയർത്തി ദൈവത്തെ പോലെ ആകുവാൻ തീരുമാനിച്ചു. അവൻ ആഗ്രഹിച്ചു എന്ന് മാത്രമല്ല, ഹി ഹാസ് ഡിസൈഡഡ്. അവൻ ദൈവത്തെ പോലെ ആകുവാൻ തീരുമാനിച്ചു. അവൻ ദൈവമാകുവാൻ തീരുമാനിച്ചു. അവൻ്റെ സിംഹാസനം ദൈവത്തിന് മീതെ വയ്ക്കുവാൻ തീരുമാനിച്ചു. മിഖായേലും സംഘവും അവനോട് പടവെട്ടി. അവനോട് യുദ്ധം ചെയ്തവരെ സ്വർഗത്തിൽ നിന്ന് ഛേദിച്ച് കളഞ്ഞു, വെട്ടി ഭൂമിയിലേക്ക് ഇട്ട് കളഞ്ഞു. അവൻ്റെ വ്യാപാരം എന്നുള്ള പദത്തിന് അപവാദം എന്നാണ് അർത്ഥം. അവൻ്റെ വ്യാപാരത്തിൻ്റെ ബാഹുല്യം നിമിത്തം എന്നാണ് പറയുന്നത്. അതായത് അവൻ അത്രത്തോളം അപവാദം പറഞ്ഞു പരത്തി കുറേ പേരെ തൻ്റെ കൂടെ ആക്കി. എഹെസ്കേൽ 28:15 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കിട്ടുന്നതും ഇത് തന്നെയാണ്. പ്രിയമുള്ളവരെ, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു എന്നാണ് ലൂസിഫറിനെ കുറിച്ച് ദൈവത്തിൻ്റെ പരാമർശം. നമ്മുടെ ഓരോരുത്തരുടെയും സൃഷ്ടിപ്പിനെ പറ്റി നമ്മൾ ആലോചിച്ച് പോകും. എല്ലാ മനുഷ്യനും ജനിക്കുന്നത് കുഞ്ഞുങ്ങളോളം നിഷ്കളങ്കരായവരാരുമല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ശിശുക്കളെപ്പോലെ ആകുവിൻ എന്ന് പറയുന്നത്. ആ കളങ്കം നമ്മിൽ നിന്ന് വളർന്നു വരുന്തോറും, യാഥാർത്ഥ്യത്തെ അല്ലെങ്കിൽ ചുറ്റുപാടുകളെ കണ്ട് വളർന്നു വരുന്തോറും നാം ആശയങ്ങളിൽ വീണുപോയി, അപവാദങ്ങളിൽ വീണുപോയി ദൈവത്തെ മറന്നു കളയുന്നവരായി മാറുന്നു. ആ സ്വർഗീയ പോരാട്ടത്തിൻ്റെ പിന്തുടർച്ച ഇന്നും നമ്മുടെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെയും നമ്മുടെ ചിന്ത എന്തായിരിക്കണം, നമ്മുടെ ചോയ്സ് എന്താണ് എന്നുള്ളതാണ് ഈ ഭാഗം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ ബുധനാഴ്ചത്തെ പാഠത്തേക്ക് വരുമ്പോൾ ലൂസിഫറിൻ്റെ 2 കള്ള പ്രസ്താവനകളെക്കുറിച്ച്, അവൻ്റെ ചിന്തകളെക്കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിഞ്ഞു ഇതുവരെ. ഒന്ന്, അവൻ ആദാമിനോടും ഹവ്വയോടും പറഞ്ഞതാണ്, നിങ്ങൾ ദൈവം പറഞ്ഞ് പറ്റിച്ചിരിക്കുകയാണ്, നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്നുള്ളത്. അതിനു മുമ്പ് സ്വർഗത്തിൽ ലൂസിഫർ ദൈവത്തെ പോലെ ആകുവാൻ ആഗ്രഹിച്ചു. അവൻ ദൈവത്തെ പോലെ ആകും എന്ന്, ദൈവത്തെക്കാൾ വലിയവനാകുമെന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന കുറേ പേരെ പറഞ്ഞ് അപവാദം പറഞ്ഞു പരത്തി അവരെയും വിശ്വസിപ്പിച്ചു. ഇന്നും മനുഷ്യരുടെ മുമ്പിൽ അത്തരത്തിലുള്ള ചില ഓഫറുകൾ ആര് വെച്ചിട്ടുണ്ട്? പിശാച് വെച്ചിട്ടുണ്ട്. ആ ഓഫറുമായി അവൻ ആദ്യം എത്തിയത് ആരുടെ മുമ്പിലായിരുന്നു? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിലായിരുന്നു. മത്തായി സുവിശേഷം 4:1-11 വരെ വാക്യം വായിക്കുമ്പോൾ ഇവിടെ ക്രിസ്തുവും സാത്താനും തമ്മിലുള്ള വൻ പോരാട്ടത്തിൻ്റെ യാഥാർത്ഥ്യം വെളിപ്പെടുത്തുകയാണ് അല്ലേ? അതിന് 1-ാമത്തെ വാക്യം, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 രാവും 40 പകലും ഉപവസിച്ചതിന് ശേഷം അവന് വിശന്നു. അപ്പോൾ പിശാച് അവൻ്റെ അരികിൽ വന്ന് എന്ത് പറഞ്ഞു? നീ ദൈവപുത്രനല്ലേ, ഈ കല്ലുകൾ എന്താക്കൂ? അപ്പമാക്കൂ, കഴിക്കൂ അല്ലേ? അപ്പോൾ അവൻ പറഞ്ഞ മറുപടി എന്താണ്?
മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കുന്നു. പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, നിന്റെ കാൽ കല്ലിനോട് തട്ടാതവണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്നല്ലയോ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ മറുപടി എന്താണ്? നിന്റെ ദൈവമായ യഹോവയെ പരീക്ഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നു. പിശാചി വീണ്ടും അവനെ മലമേൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് ലോകത്തുള്ള സകല രാജ്യങ്ങളെയും കാണിച്ചിട്ട്, ഇവയുടെ മഹത്വം ഞാൻ നിനക്ക് കാണിച്ചു തരാം, നീ എന്നെ എന്ത് ചെയ്താൽ മതി? ഒന്ന് വീണ് നമസ്കരിച്ചാൽ മതി. യേശു അവനോട് പറഞ്ഞത്, സാത്താനെ, എന്നെ വിട്ടു പോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ട് പോയി. ദൂതന്മാർ അവൻ്റെ അടുത്ത് ചെന്ന് അവനെ ശുശ്രൂഷിച്ചു. ഈ ഒരവസ്ഥ സാധാരണ ഒരു മനുഷ്യനാണ് ഉണ്ടാവണമെങ്കിൽ ആലോചിച്ച് നോക്കും. ആദ്യത്തത് സാധിക്കില്ല. നമ്മളൊക്കെ കല്ലിനെ അപ്പാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധിക്കാത്തതാണ്. ഒരു പക്ഷേ പിശാച് അങ്ങനെ നമ്മളോട് പറയില്ലായിരിക്കാം. രണ്ടാമത്തേത്, ദൈവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ കൊണ്ട് നിർത്തി താഴോട്ട് ചാടിക്കോളൂ, അയ്യോ ഞാൻ ചത്തുപോകും എന്ന് പറഞ്ഞ് മനുഷ്യൻ അവിശ്വസിക്കുമായിരിക്കും. മൂന്നാമത്തേതോ, ഈ സകല രാജ്യത്തിൻ്റെയും അവകാശം ഞാൻ നിനക്ക് തരാം, നീ എന്നെ വീണ് നമസ്കരിക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മനുഷ്യർ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നേർച്ചകളും വഴിപാടുകളും എത്രയെത്രയോ വികലമായ വഴിപാടുകളുമായി മനുഷ്യൻ വിഗ്രഹങ്ങളുടെ മുമ്പിൽ ചെന്ന് ചെകിടടിച്ച് വീഴുന്നു, മണ്ണ് തിന്നു. ആലോചിച്ച് നോക്കൂ. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്, മീത സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമ ഉണ്ടാക്കുകയോ അതിനെ നമസ്കരിക്കുകയോ ചെയ്യരുത്. നിന്നെ സൃഷ്ടിച്ചവനായ യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. സകല ജാതിയും ഭാഷയും ഗോത്രവുമായവരോട് അറിയിപ്പാൻ അവൻ്റെ പക്കൽ ഒരു നിത്യസുവിശേഷം ഉണ്ടായിരുന്നു. ആൻ എവർ ലാസ്റ്റിംഗ് ഗോസ്പൽ, ഒരു നിത്യസുവിശേഷം ഉണ്ടായിരുന്നു. ദൈവത്തെ ഭയപ്പെട്ടവന് മഹത്വം കൊടുപ്പിൻ, അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളോട് പറയുന്ന നിത്യസുവിശേഷം അതാണ്. അവൻ്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആർ യു റെഡി? ആർ യു പ്രിപ്പയർഡ്? നമ്മോട് ചോദിക്കണം, നിങ്ങൾ തയ്യാറാണോ? ദൈവത്തെ സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? എഫെസ്യർക്ക് ലേഖനം 6:12 വാക്യം, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും ഒക്കെയും ഞാൻ നിനക്ക് തരാം എന്ന് പറഞ്ഞ് യേശുവിനെ പ്രലോഭിപ്പിക്കുന്നവൻ എത്ര വലിയ മണ്ടനാണെന്ന് ആലോചിച്ച് നോക്കൂ. ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടികാലഘട്ടം മുതൽക്ക് അവനിൽ ഉരുവായിരിക്കുന്നവനായ പിതാവായ പുത്രനായ പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിലുള്ള അംശത്തെ അവൻ പരീക്ഷിച്ചുകൊണ്ട് പറയുകയാണ്. സകലത്തെയും സൃഷ്ടിച്ചവനോട് അവൻ പറയുകയാണ്, ഇതൊക്കെ ഞാൻ നിനക്ക് തരാമെന്ന്. ഉടമസ്ഥനോട് ചെന്ന് പറയുകയാണ്, ഞാനിതൊക്കെ നിനക്ക് തരാം. എത്ര വലിയ ഭോഷത്വമാണ് ആ പിശാച് കർത്താവിനോട് കാണിക്കുന്നത്, ചോദിക്കുന്നത് നോക്കൂ. ദൈവത്തിന് മാത്രം, പിതാവിന് മാത്രം അവകാശപ്പെട്ട ആരാധന, അതാണ് അവൻ ചോദിക്കുന്നത്. എന്താണ്? ഇതൊക്കെയും ഞാൻ നിനക്ക് തരാം, നീ എന്നെ എന്ത് ചെയ്താൽ മതി? നമസ്കരിച്ചാൽ മതി. ഇന്നത്തെ മനുഷ്യരാണെങ്കിൽ ഒരു പക്ഷേ വീണുപോയേനെ. നമ്മിൽ അനേകർ അങ്ങനെ വീണു പോയിട്ടുണ്ട്. നാം വീണു പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. കാലം അതിൻ്റെ അവസാന അന്ത്യനാളുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിത നാടകത്തിൻ്റെ യവനിക വീഴാറായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു എന്ന രക്ഷിതാവിൻ്റെ വീണ്ടും വരവിൻ്റെ അടയാളങ്ങൾ ലോകത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രവചനത്തിൽ പറയുന്നത് പോലെ ഭൂമി പൊടുപൊടെ പൊട്ടുന്നു, കിറുകിറെ കീറുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു. ജാതികൾ ജാതികളോട്, വംശങ്ങൾ വംശങ്ങളോട്, ഭാഷകൾ ഭാഷകളോട്, ഗോത്രങ്ങൾ ഗോത്രങ്ങളോട്, സഹോദരങ്ങൾ സഹോദരങ്ങളോട് പോലും, രക്തബന്ധങ്ങളോട് പോലും അതിക്രൂരമായ പോരാട്ടം നടത്തുകയും കൊലപാതകങ്ങൾ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം ചിന്തിക്കുക. വേദപുസ്തകം നമ്മോട് പറയുന്നത് ഇതൊക്കെയും അന്ത്യകാലഘട്ടത്തിൻ്റെ ലക്ഷണങ്ങളാകുന്നു. ഈറ്റുനോവിൻ്റെ ആരംഭമായിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും വരവ് എത്രയും വേഗമായിരിക്കുന്നു. നിങ്ങൾ
വിളക്കിൽ എണ്ണയുള്ളവരായി നിങ്ങൾ കാത്തിരിക്കുന്നവരാണോ? നിങ്ങൾ റെഡിയായിരിക്കുന്നവരാണോ? അതോ ഇതൊക്കെ ഞാൻ നിനക്ക് തരാം, നീ എന്നെ ആരാധിച്ചാൽ മതി എന്ന് പറയുന്ന പിശാചിൻ്റെ മുമ്പിൽ കവിണ്ണ് വീണ് കിടക്കുന്നവരാണോ എന്ന് നാം സ്വയം ചിന്തിക്കുക. ഭൗതികമായ സമ്പാദ്യമല്ല, ദൈവിക ജ്ഞാനമാണ് നമ്മെ ദൈവത്തിൽ ചേർത്ത് വഴി നടത്തുന്നത് എന്നാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്, ഈ ഭാഗം നമ്മെ മനസ്സിലാക്കി തരുന്നത്. നമ്മൾ വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് വരുമ്പോൾ പ്രാപഞ്ചികമായ ഈ പോരാട്ടത്തിൻ്റെ സ്വഭാവത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കുവാനുള്ളത്. നമ്മൾ നേരത്തെ വായിച്ച വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം, യോഹന്നാന്റെ സുവിശേഷം 8:44-45 വാക്യങ്ങൾ, അതുപോലെ വെളിപാട് പുസ്തകം 12:9-10 വാക്യങ്ങളൊക്കെ നമുക്ക് വായിക്കാനുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഒരുപാട് വാക്യങ്ങളാണ്. ഇവിടെ നമ്മുടെ ലേഖകൻ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എലൻ ജി വൈറ്റിൻ്റെ ദ ഗ്രേറ്റ് കൺട്രോവേഴ്സി, വൻ വിവാദം എന്ന പുസ്തകത്തിൻ്റെ 498-ാമത്തെ പത്രത്തിൽ ഇങ്ങനെ പറയുന്നു: പാപത്തെ കൈകാര്യം ചെയ്യുന്നതിൽ നീതിയും സത്യവും മാത്രമേ ദൈവത്തിന് ചെയ്യുവാൻ കഴിയുമായിരുന്നുള്ളൂ. ദൈവത്തിന് കഴിയാത്ത വഞ്ചനയും മുഖസ്തുതിയും ചെയ്യുവാൻ സാത്താന് കഴിഞ്ഞു. ദൈവദൂതന്മാരുടെ മുമ്പിൽ ദൈവവചനത്തെ തെറ്റായി അവതരിപ്പിക്കാനും ദൈവത്തിൻ്റെ ഭരണപദ്ധതികളെ ദുർവ്യാഖ്യാനം ചെയ്യാനും അവന് കഴിഞ്ഞു. ദൈവം നീതിമാനല്ലെന്നും നിയമങ്ങളും ചട്ടങ്ങളും സ്വർഗീയവാസികളുടെ മേൽ വെച്ച് അവരെ അനുസരിപ്പിക്കുന്നത് ദൈവത്തിന് തന്നെത്താൻ ഉയരുവാനാണെന്നും അവൻ ആരോപിച്ചു. അതിനാൽ സ്വർഗീയവാസികളുടെ മുമ്പിലും ലോകങ്ങളിലും ദൈവത്തിൻ്റെ ഭരണം നീതിപൂർവമുള്ളതും കൽപ്പനകൾ തികവുള്ളതുമാണെന്ന് തെളിയിക്കേണ്ടത് ആവശ്യമായിരുന്നു. സാത്താൻ്റെ അഖിലാണ്ടത്തിൻ്റെ നന്മയെ പുരോഗമിപ്പിക്കുകയാണെന്ന് മറ്റുള്ളവർ തോന്നിപ്പിക്കുവാൻ ശ്രമിച്ചു. അവൻ്റെ യഥാർത്ഥ സ്വഭാവം, അവൻ്റെ ഉദ്ദേശം എന്തെന്ന് എല്ലാവരും അറിയണം. ഈ ദുഷ്ടപ്രവർത്തനങ്ങൾ ചെയ്ത് സ്വയം വെളിപ്പെടുത്താനും അവന് സമയം ഉണ്ടായിരിക്കണം. വൻ പോരാട്ടത്തിൽ സാത്താൻ ചെയ്യുന്നത് എന്താണ്? ദൈവം ഒരു മഹാദുഷ്ടനും ദൈവം അതിക്രൂരവാനുമാണ് എന്ന് ലോകത്ത് പറഞ്ഞു പരത്തുകയാണ്. അവനൊരിക്കലും തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞു പരത്തുകയാണ്. ദൈവത്തിൽ വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്ന് കള്ളം പ്രചരിപ്പിക്കുകയാണ്. വിഗ്രഹങ്ങളുടെ മുമ്പിൽ തേങ്ങ ഉടയ്ക്കാനും വെടിപൊട്ടിക്കാനും മനുഷ്യനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അല്ലേ? വിഗ്രഹങ്ങളുടെ മുമ്പിൽ ആരാധിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നവനായ പിശാച്. കാരണം അവന് വ്യത്യസ്തങ്ങളായ രൂപങ്ങളാണ്. സ്വർഗീയ സേനയിലെ 1/3 എന്ന് പറയുമ്പോൾ കോടാനുകോടി എണ്ണം ഉണ്ട്, കോടാനുകോടി രൂപങ്ങളുണ്ട്. പല രൂപത്തിൽ മനുഷ്യൻ്റെ മുമ്പിൽ അവൻ ദൈവത്തിൻ്റെ സൃഷ്ടികളായ പല മൃഗങ്ങളുടെ രൂപത്തിലും ദൈവത്തിൻ്റെ സൃഷ്ടികളായ പല പക്ഷികളുടെ രൂപത്തിലും പല മനുഷ്യരുടെ രൂപത്തിലുമൊക്കെ എന്ത് അവൻ ദൈവമാണ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. മനുഷ്യൻ അതും വിശ്വസിച്ച് ആ പോരാട്ടത്തിൽ അവൻ്റെ ഭാഗത്ത് ചെന്ന് വീണ് കിടക്കുന്നുണ്ട്. അവിടെയാണ് രക്ഷ എന്ന് പറഞ്ഞ് ആ പാട്ടിൽ വീണ് കിടക്കുന്നുണ്ട്. സാത്താനും ക്രിസ്തുവും തമ്മിലുള്ള ഒരു പ്രാപഞ്ചിക പോരാട്ടത്തെക്കുറിച്ച് നാം വ്യക്തമായ ധാരണയുള്ളവർ ആയിരിക്കണം. കാരണം നമ്മളും ആ വൻ പോരാട്ടത്തിൻ്റെ മണൽത്തരികളാണ്. നമ്മളതിൻ്റെ ഭാഗമായി ഇന്ന് നിലനിൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6:11 പറഞ്ഞത്, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നവനോട് ഇപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നവരോട് കലഹിക്കുന്നതല്ല നമ്മുടെ പോരാട്ടം. നമ്മുടെ പോരാട്ടം നമ്മുടെ ആത്മാവിൻ്റെ പോരാട്ടമാണ്, നമ്മുടെ ജീവൻ്റെ പോരാട്ടമാണ്. ആ ജീവൻ്റെ പോരാട്ടത്തിൽ നീ എവിടെയാണ് നിന്റെ സ്ഥാനം? അത് ഉറപ്പിക്കലാണ് വളരെ പ്രധാനം. വെളിപാട് പുസ്തകം 12:7-9 വാക്യം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് എന്താണ്? 12:9 വാക്യം പറയുന്നത്, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലെ തള്ളിക്കളഞ്ഞു, അവൻ്റെ കൂടെ ദൂതന്മാരും അവൻ്റെ കൂടെ തള്ളിക്കളഞ്ഞു. എന്നിട്ട് 12:10 വാക്യം നോക്കൂ. അപ്പോൾ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറയുന്നത് കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവൻ്റെ ക്രിസ്തുവിൻ്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിക്കളഞ്ഞുവല്ലോ. ആ പ്രതിയോഗിയായ പിശാചിന്മേലുള്ള വൻ പോരാട്ടത്തിൻ്റെ പദ്ധതിയിൽ
ദൈവം വാസ്തവത്തിൽ നീതിമാനും സ്നേഹിക്കുന്നവനുമല്ലെന്നും അവൻ്റെ കൽപ്പന അടിച്ചമർത്തുന്നതാണെന്നും അവർക്ക് ഉപദ്രവമാണെന്നും സൃഷ്ടികളെ വിശ്വസിപ്പിക്കാൻ അവൻ ശ്രമിക്കുന്നു. അതാണ് ഫ്രം ദ വെരി ബിഗിനിങ്. ദൈവത്തിൻ്റെ വാക്കുകളെ തെറ്റിക്കലാണ് അവൻ ചെയ്തത്. ദൈവത്തിൻ്റെ പ്രസ്താവനകളെ തെറ്റിക്കൽ അല്ലേ? ദൈവത്തിൻ്റെ പ്രസ്താവനയെ മനുഷ്യരിൽ തെറ്റിക്കലാണ് ലൂസിഫർ ചെയ്ത ആദ്യത്തെ പരിപാടി. അവൻ ഹവ്വയോട് പറഞ്ഞതാണ്, ദൈവം കള്ളം പറയുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞവനെ മനുഷ്യനെ പ്രലോഭിപ്പിച്ചവനാണ് അല്ലേ? പഴയ പാമ്പ്, ആ പഴയ പാമ്പിനോടുള്ള ഒരു പോരാട്ടം ഇന്നും ആ ഒരു പ്രാപഞ്ചിക പോരാട്ടത്തിൻ്റെ ഭാഗത്ത് നമുക്കുണ്ട്. പ്രിയമുള്ളവരെ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ ദാരിദ്ര്യത്തിന് ആവശ്യമുള്ള ആത്മീയ ഭക്ഷണം ദൈവം ഇങ്ങനെ നമ്മിൽ നിറച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളത് ഭക്ഷിച്ച് പൂർണ്ണതയുള്ളവരായി പൂർണ്ണ ഭക്തിയോടെ, പൂർണ്ണ ആരാധനയോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവനിലുള്ള വിശ്വാസത്തെ പൂർത്തീകരിക്കുക അത്രേ വേണ്ടത്. അവനെ നമസ്കരിക്കുക അത്രേ വേണ്ടത്. കാരണം പിശാച് ആഗ്രഹിച്ചത് ദൈവമാകുവാനാണ്, ദൈവത്തെ പോലെ ആകുവാനാണ്. ഞാൻ അത്യുന്നതന് സമനാകും, അവൻ്റെ സിംഹാസനത്തിൻ്റെ മേൽ വയ്ക്കും, നക്ഷത്രങ്ങളുടെ ഇടയിൽ വയ്ക്കുമെന്നാണ് അവൻ വളരെ അഹങ്കാരത്തോടുകൂടെ ചിന്തിച്ചത്. അത് തന്നെയാണ് ഇന്നും പിശാചിൻ്റെ ആഗ്രഹം. എത്രയോ മനുഷ്യരുടെ മുമ്പിൽ അവനിപ്പോൾ ദൈവമായിട്ട് വിലസുന്നുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ കൽപ്പനകളെ സ്നേഹിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുകയും ആ പരിശുദ്ധാത്മാവിൻ്റെ രൂപത്തിനെ നാം അനുഭവിക്കുകയും ചെയ്യുന്നവരായി തീരണം എന്നാണ് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ, ആ വിശ്വാസങ്ങളിൽ നമ്മൾ അടിയുറച്ചു നിൽക്കുമ്പോൾ ദൈവം സ്നേഹമാണ്, അവൻ നമ്മെ സ്നേഹിക്കുന്നവനാണ്. ദൈവം രക്ഷകനാണ്, അവൻ നമ്മെ രക്ഷിക്കുന്നവനാണ്. അവൻ ഏറ്റവും വലിയ സ്നേഹത്തെ നൽകി നമ്മെ രക്ഷിച്ചവനാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവൻ നമ്മെ സ്നേഹം കൊണ്ട്, സ്നേഹത്തെ വലിയ അടയാളം കൊണ്ട് മൂടിയവനാണ്. ആ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുവാൻ ഈ വൻ പോരാട്ടത്തിൽ നാം തയ്യാറാകണം എന്നുള്ളതാണ് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ആഴ്ചത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ എലൻ ജി വൈറ്റിൻ്റെ തന്നെ ദ ഒറിജിൻ ഓഫ് ഈവിൾ എന്ന ഭാഗത്ത്, ദ ഗ്രേറ്റ് കൺട്രോവേഴ്സി, വൻവിവാദം എന്ന പുസ്തകത്തിൻ്റെ 492 മുതൽ 504 വരെയുടെ പേജിൽ പറയുന്ന ദ ഒറിജിൻ ഓഫ് ഈവിൾ, പാപത്തിൻ്റെ ഉത്ഭവം എന്ന ഭാഗത്ത് അവിടെ പറയുന്നത് പാപം ഒരു നുഴഞ്ഞു കയറ്റക്കാരനാണ് എന്നാണ്. നമുക്കറിയാം, നുഴഞ്ഞു കയറ്റക്കാർ വരുന്നത് ശത്രു രാജ്യങ്ങളിൽ നിന്നാണ് അല്ലേ? നമ്മുടെ അതിർത്തികളിൽ ശത്രു രാജ്യക്കാർ നുഴഞ്ഞു കയറി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ അതിർത്തികളിലേക്ക്, നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ അതിർത്തികളിലേക്ക് നുഴഞ്ഞു കയറ്റക്കാരനായി പാപം വരും. അതിൻ്റെ ആവിർഭാവത്തിന് ഒരു കാരണവും നൽകാനാവില്ല. ഇന്ന കാരണം കൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നീതീകരിക്കാൻ പറ്റില്ല. പക്ഷേ അവൻ അതിന് ഒരുപാട് ന്യായങ്ങൾ കണ്ടെത്തും. ആ ന്യായങ്ങൾ മൂലം ആ വഞ്ചകൻ്റെ പ്രേരണാശക്തിയിൽ മനുഷ്യൻ പെട്ടുപോകും. പക്ഷേ എൽ ജി വൈറ്റ് പറഞ്ഞത് എന്താണ്? വഞ്ചകൻ്റെ പ്രേരണാശക്തി നശിപ്പിക്കുവാനും മത്സരത്തിൻ്റെ ആത്മാവിനെ പൂർണ്ണമായും നീക്കം ചെയ്യുവാനും സാധിക്കില്ലായിരുന്നു. തിന്മ അതിൻ്റെ പൂർണ്ണ വളർച്ച പ്രാപിക്കുവാൻ അനുവദിക്കണം. പ്രപഞ്ചത്തിൻ്റെ നിത്യമായ നന്മയ്ക്ക് സാത്താൻ അവൻ്റെ തത്വങ്ങൾ വികസിപ്പിച്ച് ദൈവത്തിൻ്റെ ഭരണകൂടത്തിനെതിരായി ഉന്നയിക്കുന്ന ആരോപണങ്ങളെ അതിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ വെളിച്ചത്തിൽ സകല സൃഷ്ടികളും കാണുകയും ദൈവത്തിൻ്റെ നീതിയും കരുണയും ദൈവകൽപ്പനകളുടെ സുസ്ഥിരതയും എന്നേക്കുമായി ചോദ്യം ചെയ്യപ്പെടാതിരിക്കുകയും വേണം. ദൈവം അനുവദിച്ചിരിക്കുകയാണ്. അതാണ് നമ്മൾ ആദ്യത്തെ പാഠത്തിൽ പഠിച്ച മനുഷ്യപുത്രൻ വിതച്ച നല്ല വിത്തുകളുടെ ഉപമ. അതിങ്ങനെ വിതച്ചിരിക്കുക. സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമ, സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള വചനം ഇങ്ങനെ വിതച്ചിരിക്കുകയാണ്. അതിനോടൊപ്പം പിശാച് വിതച്ച കളകളും വളർന്നു വരുന്നു. കൊയ്ത്തിൻ്റെ കാലം വളരെ അടുത്തുപോയി. മലാഖിയുടെ പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ആ ദിവസം വേരും കൊമ്പും ശേഷിക്കാതെ നശിച്ചു പോകുന്ന ഒരു കാലമുണ്ടാകും. വേരും കൊമ്പും ശേഷിക്കാതെ നശിച്ചു പോകും എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം, അതൊരു വലിയ ദിവസമാണ്.
കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ന്യായവിധി ദിവസം എന്ന് പറഞ്ഞൊരു വലിയ ദിവസമാണ്. ആ ദിവസത്തിൽ കത്തിച്ചാമ്പലായി പോകുന്നതൊക്കെയും ആരായിരിക്കും? കളകളായിരിക്കും. കാരണം കൊയ്ത്ത് നടക്കുമ്പോൾ കൊയ്ത്തിൻ്റെ ദൂതൻ അരിവാളുമായി വന്ന് സകലതിനെയും കൊയ്തെടുത്ത ശേഷം അതിൽ നന്മയുടെ വിത്തുമണികളെ, നന്മകളെ അവൻ വാരി മാറ്റിയിട്ട് കളകളെയെല്ലാം കൊണ്ട് ഒന്നിച്ചിട്ട് കത്തിച്ച് കളയും എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ ചുറ്റുപാടും ഈ സാത്താൻ്റെ കളകളും വളർന്നു വരുന്നുണ്ട്. അവരുടെ രുചികളെ നാം ഭക്ഷിക്കാൻ നിന്നു കഴിഞ്ഞാൽ നമ്മളും കളകളുടെ ഫലങ്ങൾ മാത്രമേ നമ്മിൽ ഉളവാക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ വരാതെ നല്ല നിലത്ത് വീണ വിത്ത് മാതിരി ആകുവാൻ നാം എല്ലാവരും തയ്യാറെടുക്കുക. ദൈവത്തിൻ്റെ മക്കളാകുവാൻ നമ്മൾ തയ്യാറെടുക്കുക. വൻ പോരാട്ടത്തിൽ ഞാൻ ദൈവത്തിൻ്റെ ഭാഗത്താണ്, ക്രിസ്തുവിൻ്റെ ഭാഗത്താണെന്ന് നെഞ്ചിൽ കൈവച്ച് ഉറച്ച് പറയുവാനുള്ളൊരു കരുത്ത് നമുക്കുണ്ടാക്കിയെടുക്കുക. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കും എന്ന് പറയുവാനുള്ള കരുത്ത് ഉണ്ടാകുക. സകല ജാതിയും ഭാഷയും ഗോത്രവും വംശവുമായവരുടെ അറിയിപ്പാൻ അറിയിച്ച നിത്യസുവിശേഷത്തെക്കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവുക. ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുക്കുക. ഏകസത്യദൈവമായ ദൈവത്തെ അറിയുക, ക്രിസ്തുവിനെ അറിയുക, പരിശുദ്ധാത്മാവിനെ അറിയുക, ത്രിയേക ദൈവത്തിൻ്റെ മാഹാത്മ്യത്തെ മനസ്സിലാക്കുക, അതിനെ ഘോഷിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആരാധനയോടെ, പൂർണ്ണ ഭക്തിയോടെ, പൂർണ്ണ ശക്തിയോടെ കർത്താവുതൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും കാഹളത്തോടും കൂടെ വാനമേഘങ്ങളിൽ എഴുന്നള്ളുമ്പോൾ എതിരേൽക്കുവാൻ ഒരുങ്ങി നിൽക്കുക. പ്രാപഞ്ചികമായി നമുക്കനേകം പോരാട്ടങ്ങൾ ഉണ്ട്. അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് മാനസികമായി ഉണ്ടാക്കിയെടുക്കുക. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനം നമ്മുടെ കാൽദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ കരുതുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദപഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരസ്പരം എല്ലാവരും പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ മരുന്ന്. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഒരു ബാധയും നമ്മുടെ അരികിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയില്ല. നിരന്തരം പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ ദൈവത്തോട് നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അറിയിക്കുക. നമ്മുടെ സംരക്ഷണത്തിൻ്റെ ആവശ്യം അറിയിക്കുക. തീർച്ചയായും കരുതുന്നവൻ ഞാനല്ലയോ, കലങ്ങുന്നതെന്തിനു നീ എന്ന ആ ചോദ്യത്തിന് ഉത്തരം അവൻ നമുക്ക് നൽകും. നീതിയുള്ള ദൈവം, സ്നേഹിക്കുന്ന ദൈവം തൻ്റെ അതിമഹത്തായ സ്നേഹം, ദീർഘക്ഷമ, മഹാകൃപ കൊണ്ട് നമ്മെ മൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സകല സൃഷ്ടിയുടെയും ഉടവനായ അടിയങ്ങളുടെ ദൈവമേ, ഈ നല്ല വചനത്തിനായി സ്തോത്രം. കർത്താവ്, നിൻ്റെ സ്നേഹം എത്ര വലുതാണെന്ന് അടിയങ്ങൾ അറിയുന്നു. അടിയങ്ങൾ ജീവിതത്തിൽ പോരാട്ടമുണ്ട് പിതാവേ. പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, എന്തെല്ലാം രൂപങ്ങളിലാണ് ആ പ്രതിസന്ധി അടിയങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത്. അക്കാലമൊക്കെയും യഹോവേ, നിൻ്റെ സന്നിധിയിൽ നിൻ്റെ വചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അങ്ങേ മാത്രം ആരാധിപ്പാൻ അങ്ങയുടെ വരുത്തുമാറാകണമേ. സകല ജാതിയും ഭാഷയും ഗോത്രവും വംശവുമാരോട് അറിയിപ്പാനുള്ളതായി നിത്യസുവിശേഷം അടിയങ്ങൾ ലോകത്തോട് അറിയിക്കുമ്പോൾ അത് കേട്ട് നിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന നിൻ്റെ മക്കളായി തീരുവാൻ സകല ജനത്തിനെയും ഒരുക്കുമാറാകണമേ. മനസ്സൊരുക്കമുള്ളതായ ആരാധന അടിയങ്ങൾക്ക് നൽകുമാറാകണമേ. ഇന്നത്തെ ദിവസത്തിനായ സ്തോത്രം. ഈ വചനം പഠിക്കുവാനുള്ളതായ ഭാഗ്യം അടിയങ്ങൾക്ക് നൽകിയതിനായ സ്തോത്രം. പഠിപ്പിച്ച അടിയനെയും അടിയനിലൂടെ അങ്ങ് പ്രവർത്തിച്ച അങ്ങയുടെ ശബ്ദം കേൾപ്പിച്ചതിനായ നിന്നുള്ള ഹൃദയത്തോടെ സ്തോത്രം. അടിയന് വേണ്ട ആരോഗ്യവും ബലവും നൽകിയതിനായ സ്തോത്രം. ഇത് കേട്ടിരുന്നവരായ സകല ജനത്തിനെയും അങ്ങ് അനുഗ്രഹിക്കുമാറാകണമേ. നിൻ്റെ സന്നിധിയിൽ ഉറച്ചു ജീവിച്ചുകൊണ്ട് അങ്ങയുടെ വീണ്ടും വരവിൽ നാൾ വരെയും ഇതാവ്യ മനസ്സൊരുക്കളുള്ള ജീവിപ്പാൻ സകലരെയും അങ്ങ് കരുത്ത് നൽകി സംരക്ഷിക്കുമാറാകണമെന്ന് അടിയങ്ങൾക്ക് ആയുധ യേശു ക്രിസ്തു നാമത്തിൽ താഴ്മ യാചിക്കുന്ന പ്രിയ പിതാവേ. ആമേൻ.